ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗാണേ. എൻ്റെ കുഞ്ഞുമണിക്ക് കുറച്ച് നൈറ്റ് ഡ്രസ്സും അതുപോലെ തന്നെ ഡെയിലി വെയർസൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇംഗ്ലീഷ് ചർച്ച് റോഡിലെ സ്മാർട്ട് ബസാറിൽ പോകാമെന്ന് വെച്ചു. നമ്മുടെ ആദ്യത്തെ ബിഗ് ബസാർ ഓർമ്മയില്ലേ? അതിപ്പോൾ സ്മാർട്ട് ബസാറാണ് കേട്ടോ. നോസ്റ്റാൾജിയ. അങ്ങനെ ഞങ്ങൾ കാർ പാർക്ക് ചെയ്ത് നേരെ കിഡ്സ് സെക്ഷനിലോട്ട്. ഇവിടെ ഇന്ന് കുറേ ഐസ്ക്രീം ഫെസ്റ്റും അതുപോലെ തന്നെ ഓഫർ സോണൊക്കെ നടക്കുന്നുണ്ട്. ഡ്രസ്സ് എടുത്തിട്ട് ബാക്കി നോക്കാമെന്ന് കരുതി ഞങ്ങൾ നേരെ 3rd ഫ്ലോറിലേക്ക്. അവിടെയാണ് നമ്മുടെ കിഡ്സ് സെക്ഷൻ. ഇവർ 249, 179, 349 അങ്ങനെ കുറേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടുത്തെ ചേച്ചി വന്നിട്ട് പറഞ്ഞത്, ഇവിടെ ഇൻഫാൻറ്റ് ഡ്രസ് കളക്ഷൻസ് ഒന്നും ഇല്ല, നിങ്ങളൊന്ന് തപ്പി നോക്കിയാൽ ഏകദേശം സൈസ് കിട്ടുമെന്ന് പറഞ്ഞ് ചേച്ചി ഒരു സ്ഥലത്ത് തപ്പാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി തപ്പാൻ തുടങ്ങി. പിന്നെ തപ്പലായിരുന്നു. തപ്പിക്കൊണ്ടേയിരുന്നു. ഈ കാണുന്നതൊക്കെ 6+monthsൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. പിന്നെ ഏകദേശം സൈസ് കറക്റ്റാവുന്നത് വെച്ചിട്ട് ഞങ്ങൾ ബാഗിലേക്ക് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ വിച്ചുവിന് ടീഷർട്ട് എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ അവൻ കുറച്ച് ടീഷർട്ട്സൊക്കെ എടുത്തിട്ട് നേരെ ട്രയൽ റൂമിലേക്ക്. ട്രയൽ ചെയ്യാതെ മൂപ്പർ ഒരു ഷർട്ടും എടുക്കില്ല. പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ ഡ്രസ്സ് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ അവൻ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ക്രെഡിറ്റ് കാർഡ് ചേച്ചിമാരെ കണ്ടത്. പിന്നെ SBIയുടെ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്ത് നേരെ ഐസ്ക്രീം സെക്ഷനിലേക്ക്. അങ്ങനെ കുറച്ച് ഐസ്ക്രീംസ് മേടിച്ചു. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ നേരെ ചോക്ലേറ്റ് സെക്ഷനിലോട്ട് ഒരു 2-3 ഡയറി മിൽക്സൊക്കെ എടുത്ത് ഇനി എന്തെടുക്കും എന്നുള്ള ചോദ്യം അവസാനം നിന്നത് ബിസ്ക്കറ്റ്സ്. അങ്ങനെ കുറച്ച് ബിസ്ക്കറ്റ്സ് മേടിച്ച് നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങുന്നതിന് മുന്നേ ബില്ല് ചെയ്യണമായിരുന്നേ. അങ്ങനെ ബില്ല് ചെയ്ത് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് എന്തൊക്കെയാണ് എടുത്തേ എന്ന് ഐസ്ക്രീം കഴിച്ച് ബില്ല് നോക്കി അന്തം വിട്ട് നിൽക്കുന്ന വിച്ചു. ഇതോടെ ഇന്നത്തെ കറക്കം കഴിഞ്ഞു.